നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. തമിഴ് രാഷ്ട്രീയത്തിലെ പല പ്രമുഖരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഡി മണി കേരളത്തിലെ ശബരിമല ശാസ്താവിൻ്റെയും തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും 1000 കോടി വിലമതിക്കുന്ന പുരാവസ്തു സ്വർണ്ണ നിക്ഷേപങ്ങളെ തന്നെയാണ് നോട്ടമിട്ടത്. അന്താരാഷ്ട്ര സംഘവുമായി അടുത്ത ബന്ധമുള്ള ഈ മാഫിയ കേരളത്തെ തന്നെ കൊള്ളയടിക്കാൻ കേരളത്തിലെ ഭരണത്തലവന്മാരുടെ തന്നെ വിശ്വാസ്യത നേടിയെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതേക്കുറിച്ചുള്ള വളരെ നടുക്കുന്ന വിവരങ്ങൾ തന്നെയാണ് നിലവിൽ അന്വേഷണത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയുമായി സജീവമായി ഈ സംഘം ദാവൂദ് മണിയും അഥവാ ഡയമണ്ട് മണി എന്നറിയപ്പെടുന്ന ഇയാൾ, എന്തായിരുന്നാലും SIT സംഘം ഇതിനോടകം തന്നെ ഈ വമ്പൻ സ്രാവിനെ പിടികൂടിയിരിക്കുന്നു, ആളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ദിണ്ടുഗലിൽ നിർണായകമായ ചില നീക്കങ്ങൾ തന്നെയാണ് SIT നടത്തിപ്പോരുന്നത്. അങ്ങനെ ശബരിമലയിലെ വിഗ്രഹങ്ങളെക്കുറിച്ചും പുരാതന വസ്തുക്കളെക്കുറിച്ചും ഒക്കെ തന്നെ കൃത്യമായി ഗവേഷണം നടത്തി അതിനെ കടത്താൻ ആസൂത്രണം നടത്തിയ പ്രതികളിലേക്ക് നിർണായകമായ അവസരത്തിലേക്ക് തന്നെയാണ് SIT കടക്കുന്നത്. ഏറെ നാളായി പോലീസിനെ സംബന്ധിച്ച് കണ്ടെത്താൻ കഴിയാതെ ഏറെ അകലെയിരുന്ന ഡി മണിയെ തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയിരിക്കുന്നു. ദിണ്ടുഗൽ സ്വദേശിയായ ബാലമുരുകനാണ് ഈ ദാവൂദ് മണി. കേസ് അന്വേഷണത്തിൽ തന്നെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് കൂടിയാണ് ചെന്നിത്തലയുടെ മൊഴിയിലൂടെ സംഭവിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ തന്നെ പ്രമുഖ രാഷ്ട്രീയ സംഘടനയുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി, അതുകൊണ്ട് തന്നെ ആർക്കും തൊടാൻ കഴിയാത്ത വ്യക്തിത്വം. ഹ്യൂമൻ ട്രാഫിക്കിംഗ് അടക്കമുള്ള കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ചില സംഘർഷ കേസുകൾ. ഒരു കട നടത്തുകയാണ് ദിണ്ടുഗലിൽ. SIT സംഘം ചോദ്യം ചെയ്തു പോരുകയാണ്. ലോകത്താകമാനമുള്ള ലക്ഷക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ നെഞ്ചിൽ തീകോരിയിടുന്ന സംഭവങ്ങളായിരുന്നു ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വരുന്നത്. ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വിവരങ്ങൾ. അങ്ങനെ ആ ഗൂഢാലോചനയുടെ ഓരോ പാളികളായി ഇപ്പോൾ പൊളിക്കപ്പെടുകയാണ്. അധോലോക നായകന്മാരുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഇയാളെ ദാവൂദ് മണി എന്ന പേരിലാണ് അധോലോകത്ത് അറിയപ്പെടുന്നത്. ശബരിമലയിലെ വിഗ്രഹങ്ങളിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കവർന്ന കേസിലെ ദുരൂഹതകൾ അത് മറനീക്കി പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് ചെന്നിത്തലയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഏറ്റവും ഒടുവിൽ അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് വരെ എത്തി. അന്വേഷണ സംഘം ഡി മണിയെ തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ മൊഡസൊപ്രാൻഡി എന്താണ് എന്നുള്ളത് കൃത്യമായി പുറത്തു കൊണ്ടുവരുന്നത്. കള്ളക്കടത്തിന് ഇടനിലക്കാരനായി നിന്ന വിരുദ്നഗർ സ്വദേശി ശ്രീകൃഷ്ണയെയും അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിനിടയിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളും ചർച്ചയിലേക്ക് എത്തുന്നത്. പ്രവാസി വ്യവസായി കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ പുതിയ വിവരങ്ങൾ അനുസരിച്ചാണ് പോലീസ് ഈ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുമായി അടുത്ത ബന്ധമുള്ളവരാണ് ഈ ഡി മണിയുടെ സംഘം. വ്യവസായി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുന്നുണ്ട്. ശബരിമലയ്ക്ക് പുറകെ തൊട്ടടുത്തതായി ലക്ഷ്യമിട്ടത് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളായിരുന്നു. നിലവറയിലെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന അമൂല്യ സ്വർണം, രത്നം, അങ്ങനെ വിലയേറിയ എല്ലാം. അതിനുവേണ്ടി സജീവമായി ഈ സംഘം ഇപ്പോഴും ഉണ്ടെന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ വിൽക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇടനിലക്കാരനായി പ്രവർത്തിച്ചു. ഇക്കാര്യം തനിക്കറിയാമെന്ന വ്യവസായി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. 2019-2020 കാലയളവിലാണ് വിഗ്രഹങ്ങൾ ഡി മണിക്ക് കൈമാറിയതായി കരുതുന്നത്. അത് കൃത്യമായി കണ്ടെത്തണം. കർണാടകയിലെ ബെല്ലാരിയിലടക്കം പോലീസ് പരിശോധന കടുപ്പിക്കുന്നുണ്ട്. കേസിൽ നേരത്തെ പിടിയിലായ ഗോവർദ്ധൻ്റെ ഉടമസ്ഥയിലുള്ള ജ്വല്ലറിയിലും 5 അംഗ സംഘം അന്വേഷണം നടത്തി റെയ്ഡ് നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നേരത്തെ 474 ഗ്രാം സ്വർണം പിടിച്ചെടുത്തിരുന്നു. കേവലം 400 ഗ്രാം സ്വർണത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, കോടാനുകോടിയുടെ കൊള്ള ഇവിടെ സംഭവിച്ചിരിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. താൻ നിരപരാധിയാണെന്നും നിയമപരമായി വാങ്ങിയ സ്വർണമാണെന്നുമാണ് നിലവിൽ ഗോവർദ്ധൻ വാദിക്കുന്നത്. യഥാർത്ഥ സ്വർണ്ണപ്പാളികൾ എവിടെയെന്ന് കണ്ടെത്താനാണ് പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത്. മൊഴി നൽകാൻ ഡി മണി സന്നദ്ധത അറിയിച്ചതോടെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ വിവരങ്ങൾ രേഖപ്പെടുത്തി പോരുകയാണ്. ഏറെ ദുരൂഹതകൾ നിറഞ്ഞത് ഈ ഡി മണി എന്ന പേരായിരുന്നു. അങ്ങനെ ഡയമണ്ട് മണിയെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത് തന്നെയാണ് കേസന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവെന്ന് പറയുന്നത്. മനുഷ്യക്കടത്തടക്കം ഗുരുതരമായ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇയാൾ സ്വന്തം നാട്ടിൽ ഒരു കച്ചവടം നടത്തുന്ന ഒരു സാധാരണക്കാരനായി മാറുന്നു. പഴയകാല ക്രിമിനൽ പശ്ചാത്തലങ്ങളെക്കുറിച്ച് SIT സംഘം കുഴി തോണ്ടിയെടുക്കുന്നു. ശബരിമലയിലെ ഒരു ഉന്നതന്റെ സാന്നിധ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിഗ്രഹങ്ങൾ കൈമാറി
പകരമായി വൻ തുക കൈപ്പറ്റിയെന്നാണ് പ്രവാസി വ്യവസായി മൊഴി കൊടുത്തിരിക്കുന്നത്. പുരാവസ്തു കടത്ത് സംഘത്തിലെ പ്രധാനിയായ ഡി മണിയാണ് ഈ വിഗ്രഹം വാങ്ങിയത്. തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഹോട്ടലിൽ വെച്ച് ഈ രഹസ്യ ഇടപാട് നടന്നെന്ന് മൊഴിയിൽ പറയുന്നു. 2020 ഒക്ടോബർ 26-നാണ് ഈ വിഗ്രഹക്കടത്തിനുള്ള പണം കൈമാറിയത്. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ നടന്ന ഈ സാമ്പത്തിക ഇടപാടിൽ ഇതുവരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഒരു ഉന്നത വ്യക്തി, അയാളുടെ സാന്നിധ്യം ഒരുപക്ഷെ അത് പുറത്തു വന്നാൽ കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുകുലുക്കുന്ന ഒരു സംഭവമായി മാറിയേക്കും. അതിൻ്റെ വിവരങ്ങളും പോലീസിന് നൽകി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ പോലീസിന് അദ്ദേഹത്തിലേക്ക് എത്താനായി കഴിയുമോ? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വെറും ഒരു മോഷണമല്ലെന്നും ഇതിനു പിന്നിൽ അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് മാഫിയുണ്ടെന്നുമുള്ള രമേശ് ചെന്നിത്തലയുടെ വെളിപ്പെടുത്തലായിരുന്നു അന്വേഷണ സംഘത്തിന് നിർണായകമായതും ഈ കേസന്വേഷണം ഈ ഒരു അവസരത്തിലെങ്കിലും എത്തിച്ചേരാൻ സഹായിച്ചതും. വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളികൾ നീക്കം ചെയ്യാനുള്ള തീരുമാനം ദേവസ്വം ബോർഡിന്റെ കൂട്ടായ ആലോചനയുടെ ഫലമാണെന്ന ഹൈക്കോടതിയുടെ പ്രസ്താവന തന്നെ മുൻ ഭാരവാഹികളെ വലിയ വെട്ടിലാക്കിയിട്ടുണ്ട്. അവർ കുടുങ്ങുമെന്ന് ഉറപ്പായതോടെയാണ് മുൻ ബോർഡ് അംഗങ്ങളായിട്ടുള്ള KP ശങ്കരദാസിനും N വിജയകുമാറിനും കുരുക്കായി പത്മകുമാർ മൊഴി കൊടുത്തത്. എന്തായിരുന്നാലും നിയമസഹായം തേടിയിരിക്കുന്നു. കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. അവർ കൂടി പിടിയിലായാൽ നിരവധി ആളുകളുടെ പേര് പുറത്തു വരുമെന്ന സംശയം, ഭയം അത് ഉന്നതർക്കുണ്ട്. സ്വർണത്തിന് പുറമെ ശബരിമലയിലെ പൈതൃക സ്വത്തായിട്ടുള്ള 4 പുരാതന പഞ്ചലോഹ വിഗ്രഹങ്ങൾ അപഹരിക്കപ്പെട്ട സംഭവം അത് വിശ്വാസി സമൂഹത്തിന് ഒരിക്കലും നികത്താൻ കഴിയാത്തൊരു വേദന സമ്മാനിച്ചിരിക്കുന്നു. കാണാതായിരിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഇപ്പോൾ എവിടെ എന്നുള്ളത് കൂടി കണ്ടെത്തേണ്ടതുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വലിയ വെല്ലുവിളിയും അതുതന്നെയാണ്. തമിഴ്നാട്ടിലുള്ള സംഘടിത പുരാവസ്തു മാഫിയ അവർക്ക് ഈ കൊള്ളയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്.